സ്റ്റോറിന്റെ പേര് ലില്ലിയ ലേസ്. ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഒത്തിരി എല്ലാവരെയും കേട്ടല്ലോ. അപ്പം ഞാൻ ഒരു ഡേ വന്നുള്ളൂ, കാരണം 3 പിള്ളേരുണ്ട്, പിന്നെ ചെറിയ പിള്ളേരാണ്, പിന്നെ ജോലിയുണ്ട്, അപ്പം ഫാമിലിയായിട്ട് കുറച്ച് ബിസിയാണ്. അപ്പം ഒരു ഡേ വന്നുള്ളെങ്കിലും ഞാൻ എൻ്റെ പറഞ്ഞ ശരി, എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നത് എനിക്കൊരു സന്തോഷമാണ്. അപ്പം ഞാനിവിടെ ശരിക്കും ഞാൻ ഒത്തിരി ഫ്രണ്ട്സായി. പിന്നെ ഇന്നൊക്കെ പുതിയ ആൾക്കാരാണ്, അതൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാനിപ്പോൾ എന്താ ഒത്തിരി ഫ്രണ്ട്സ്, അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ. അതുമായിട്ട് നമ്മുടെ പരിപാടി കൂടാൻ വന്നതാണ്. ഒരു അരമണിക്കൂർ ഫാപ്കാടിയിലെ അപ്പം ഓക്കെ. അപ്പൊ സ്കൂളൊന്നും പറയാനില്ല. അപ്പം ഇതിൽ അവസരം ഒരുക്കി തന്ന വിജയചേട്ടൻ മാവില്ല ഫാമിലിനെ ഫുള്ള് പറയണം. കാരണം വിജയചേട്ടനെ പള്ളി തൊട്ടറിയാം, എവിടെ ചെന്നാലും 3 പിള്ളേർ, ചെറിയ പിള്ളേരാണെങ്കിലും എന്ത് സ്മാർട്ടാണ്. അപ്പൊ അത് ശരിക്കും നമുക്ക് പിള്ളേരെ വളർത്തുന്ന നമുക്കൊരു മോട്ടിവേഷനാണ്. വിജയചേട്ടന്റെ ഫാമിലിയിൽ ഒത്തിരി സന്തോഷം ഉണ്ട്. അതെ, വൈഫിന്റെ സപ്പോർട്ടാണ് ഇവരുടെ ഫാമിലി മുമ്പോട്ട് പോകുന്നത്. ഓഫ്കോഴ്സ് ഒരു സ്ത്രീയുടെ ഒരു വലിയൊരു ഇതുണ്ട് ഒരു ഫാമിലിക്ക്. അപ്പം അത് പറയാതിരിക്കാൻ വയ്യ. അത് ഒത്തിരി താങ്ക് യു. നമ്മൾ ഒത്തിരി ആൾക്കാരെ കോൺടാക്ട് ചെയ്തായിരുന്നു നേരത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പം അവരിലൊന്നും കാണാത്തൊരു പ്രത്യേകത വിചാരിച്ചേട്ടൻ വളരെ നമ്മൾ എന്താ പറയുന്നത് അറിയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി സപ്പോർട്ട് ചെയ്തു വിജയചേട്ടൻ ഉള്ളതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് തന്നെ റിയ ഓടി നടന്ന് എന്ത് വേണമെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളാണ് റിയ. എന്നെപ്പറ്റി റിയ പറഞ്ഞു, എനിക്ക് ഇരട്ടി പറയാനുണ്ട്, പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരിതാണ്. പിന്നെ ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും താങ്ക് യു. ദൈവാനുഗ്രഹിച്ച് എല്ലാം നന്നായി പോകുന്നു. സോഫർ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ബ്രാൻഡ് സ്റ്റോറി ഒക്കെ കേട്ടല്ലോ. നമ്മൾ